കലശ ഞാൻ പറയാം, ഞാൻ വിളിക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഉറപ്പൊന്നും തന്നില്ലായിരുന്നു. ധ്യാന്റെ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പടം കൂടി ഒരുമിച്ച് അഭിനയിച്ചു. അപ്പം നിവിൻ ചേട്ടൻ അതൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ആരെയും വിട്ടിട്ടില്ല, എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട്. അതെ, മലയാളത്തിലെ അയ്യോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിനീതേട്ടൻ്റെ കൂടെയും രണ്ടാമത്തെ സിനിമയാണ്, പ്രണവിൻ്റെ കൂടെയും രണ്ടാമത്തെ സിനിമയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന ദിവസം തന്നെ ഞാനും അപ്പുവും ഒരുമിച്ചുള്ള ഒരു സീനായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കടപ്പുറത്ത് ആ ബീച്ചിൽ ഇങ്ങനെ മണ്ണിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അരുണും സെൽവയും ഒരുമിച്ചിരിക്കുന്ന പോലത്തെ ഒരു അനുഭൂതിയാണ് വിനീതേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഒരു 5-10 മിനിറ്റ് അതിനെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മുരളിയും ഇന്ദ്രായുമായി മാറിയത്. അപ്പോൾ ഞങ്ങളത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരുമിച്ച് നമ്മളൊരു എന്താ പറയണ്ടേ ഒരു സിനിമയിൽ വരുന്നു. അപ്പൊ അതിന് വിനീതേട്ടനാണ് നന്ദി പറയേണ്ടത് സത്യത്തിൽ. ആക്ച്വലി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും വിനീതേട്ടൻ എഴുതുന്ന സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ അപ്പോൾ പറഞ്ഞത് കലശ ഞാൻ പറയാം, ഞാൻ വിളിക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഉറപ്പൊന്നും തന്നില്ലായിരുന്നു. പെട്ടെന്നാണ് ഷൂട്ടിന് ഒരു 2 മാസം മുമ്പാണ്. ആക്ച്വലി ഇപ്പം വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ലോകേഷ് കനകരാജിനെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി വിളിച്ച കാര്യമൊക്കെ. അപ്പം വിനീതേട്ടന് അന്നുണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ അപ്പുവും ഞാനും ഒരുമിച്ച് ഇരിക്കുന്ന സീൻസിൽ ഈ സെൽവ അരുൺ ആ തോട്ട് പോവരുത്, ഒരിക്കലും ആ ഒരു എന്താണ് ഓർമ്മ ആളുകൾക്ക് വരരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ട് എടാ നമുക്ക് ലുക്ക് കംപ്ലീറ്റ് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മുടിയൊക്കെ വേറെ പോലെ ചീവി, മീശയൊക്കെ ചെറിയ പെൻസിൽ മീശ പോലെയൊക്കെ ആക്കി. സെൽവ ഒരു എന്താ പറയണ്ട ഒരു അഴുക്ക് വസ്ത്രം ധരിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ദ്ര ഇതിനകത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ചേഞ്ചസ് വരുത്തി നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. പിന്നീട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിനീതേട്ടനും പറഞ്ഞു എടാ ഇപ്പം ഞാൻ ഹാപ്പിയാണ് നീ തന്നെ ഈ ക്യാരക്ടർ ചെയ്തത്. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. അയ്യോ സത്യത്തിൽ അപ്പുവിൻ്റെ കൂടെ പഠിക്കാനുള്ളത് ഏറ്റവും എന്താ പറയണ്ടേ സിമ്പിളായിട്ട് മാത്രമല്ല ഒരു ആക്ടർ എന്ന നിലയിൽ പെർഫെക്റ്റ്ലി ആ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ടാണ് അപ്പുവിന്. അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ അപ്പു റെഡിയാണ് അതിന്. അല്ലാതെ ചിലപ്പം നമുക്ക് ലൈൻസ് അറിയില്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകും, കുറേ ടേക്സ് ഒക്കെ പോകും. അതേപോലെ ധ്യാൻ ഭയങ്കര നിങ്ങളൊക്കെ കാണുന്ന ഈ ഒരു എന്താണ് ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, നല്ലൊരു നടനാണെന്നും കൂടി ഒരു മികച്ച നടനാണെന്ന് ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പം ധ്യാന്റെ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പടം കൂടി ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ അതിലുമൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വന്നിട്ട് നമുക്ക് അറിയുന്നില്ല ധ്യാൻ എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത്, ധ്യാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ടേ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. തിരിച്ചു വരവാന്നൊക്കെ പറയുന്നു. നിവിനേട്ടൻ എവിടെയും പോയിട്ടില്ല. നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴൊക്കെ നിവിനേട്ടന്റെ സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ ഏതൊരു ആക്ടറിന്റെ കരിയറിലും പ്രത്യേകിച്ച് അവരൊരു വലിയൊരു സ്റ്റാർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫിലിം കരിയറാണ്. പക്ഷേ നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ തള്ളി പറയുമ്പോഴൊക്കെ കളിയാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം വരുന്നത്. ഇയാളെ തന്നെയാണല്ലോ, ഇദ്ദേഹത്തെയാണല്ലോ നമ്മൾ ഇത്രയും വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത്. പെട്ടെന്നൊരു എന്താ ഒരു ശരീരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടി അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി അത് വളരെ മോശമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വലുതായിട്ട് സംസാരിക്കും. പക്ഷെ അതിനുശേഷം സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും അവൻ മറ്റേത് അങ്ങനെയല്ല വേണ്ടത്. ഇന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും വിനീതേട്ടൻ തന്നെ നിവിന് വേണ്ടി എഴുതി വെച്ച ആ ഡയലോഗ്സ്, ആ സംഭാഷണങ്ങൾ നിവിൻ ചേട്ടൻ പറയുമ്പോഴത്തേക്കും എന്താ പറയുക മനസ്സിൽ തട്ടി പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിവിൻ ചേട്ടൻ അതൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ബേസിലിനകത്ത് പറയുന്നുണ്ടല്ലോ മാജിക് ഓഫ് സിനിമ, അത് തന്നെയാണ് ഈ സിനിമയുടെ പഞ്ച് ലൈൻ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ അകത്തിരിക്കുമ്പോഴത്തേക്ക് ആ കയ്യടിയും എല്ലാവരുടെയും കണ്ണ് നിറയുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദിസ് ഇസ് നത്തിങ് ബട്ട് മാജിക് ഓഫ് സിനിമ. ഇത് എല്ലാ സിനിമയാണെങ്കിലും ജീവിതമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ നൽകുന്ന ഒരു സിനിമയാണിത്. അപ്പം അവസാനത്തെ സ്പോയിലറാണ്, പക്ഷെ എന്താണ് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. അപ്പം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച ആ സ്വപ്നം നമുക്ക് കീഴടക്കാൻ പറ്റും, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്തും. വിനീതേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളും ആ വിനീതേട്ടൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും സൗഹൃദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പു ഇവിടെ ഇല്ല. അപ്പുവിന് തിരഞ്ഞെടുത്ത്
പടം കഴിഞ്ഞു പോയി, ഒരു ഇന്ത്യ മൊത്തം കറങ്ങി, പിന്നെ തിരിച്ചു വന്നു, വീണ്ടും പോയി. പുള്ളി അങ്ങനെ നടക്കട്ടെ. അപ്പൂനെയും ട്രോൾ ചെയ്യുന്ന പോലെ ഒരു സീനുണ്ട് ഇതിനകത്ത്. സിനിമ അഭിനയിക്കേണ്ട സമയത്ത് ഇവന്മാരൊക്കെ ഹിമാലയത്തിൽ കയറി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആരെയും വിട്ടിട്ടില്ല, എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഇല്ലേ. അപ്പൂന്റെ ലൈഫ് ആഗ്രഹിക്കാത്ത ഏത് മലയാളിയുണ്ട് അല്ലെ. അപ്പം അതൊക്കെയാണ്. അതെ 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 അതെ. അപ്പൊ അത്രയും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട്, അത്രയും സാധാരണക്കാരായിട്ട് ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പു വന്നിട്ട് നമ്മുടെ തോളത്ത് കൈയിട്ടിട്ട് വെറുതെ നിൽക്കും, നമ്മൾ അറിയത്ത് പോലില്ല. അയ്യോ ഇത് അപ്പു ആണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനും കുറേ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.